പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കാനും നിങ്ങളോടൊപ്പം ഈ വചനം വായിക്കാനും പഠിക്കാനും കഴിയുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ എത്തി നിൽക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. വളരെ മർമ്മപ്രധാനമായ ഒരു അധ്യായമാണിത്. ഈ 14-ാം അധ്യായം നന്നായി വായിച്ച് മനസ്സിലാക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 14-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് നമ്മുടെ എല്ലാവരുടെയും ഒരു അടിസ്ഥാന പ്രശ്നത്തെ ചർച്ച ചെയ്യുന്ന ഒരു അധ്യായമാണ്. എന്താണ് ആ അടിസ്ഥാന പ്രശ്നം? മനുഷ്യൻ്റെ ആകുലത, മനുഷ്യൻ്റെ ഹൃദയത്തിലെ അസ്വസ്ഥത, ജീവിതഭാരം. ഈ കാര്യത്തെ എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം. നമുക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഈ അധ്യായം വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചു, ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം മനുഷ്യൻ അനുഭവിക്കുന്ന ഹൃദയ അസ്വസ്ഥത എന്ന പ്രശ്നമാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, അതിന് എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. ഒരു കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. അതായത് ഇന്ന് പോസ്റ്റ് കോവിഡ് ഈറായിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മനസ്സ് ദുർബലമായി പോയ അവസ്ഥ. എത്ര ആത്മഹത്യകളെക്കുറിച്ചാണ് നമ്മൾ ഓരോ ദിവസവും കേട്ട് ജീവിക്കുന്നത്. എത്ര ഹൃദയം തകർന്ന മനുഷ്യരെയാണ്, അല്ലെങ്കിൽ മനസ്സ് തകർന്നവരെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഡിപ്രഷൻ ഒരു സാധാരണ സംഭവം പോലെയായി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരവസ്ഥയിൽ നമ്മളിന്ന് ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ സ്വയം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് ഹൃദയ അസ്വസ്ഥതയെ നമ്മൾ നേരിടേണ്ടത്, എങ്ങനെയാണ് മനസ്സിൻ്റെ ഭാരത്തെ നമ്മൾ നേരിടേണ്ടത്, ദൈവം അതിനെ അതിജീവിക്കാനുള്ള കൃപ നമുക്ക് എങ്ങനെയാണ് തന്നത്. അപ്പോൾ ഇതാണ് കർത്താവ് അതിൻ്റെ ഉത്തരം, അതിൻ്റെ മരുന്നാണ് ദൈവം ലോകത്തോട് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കണ്ടുമുട്ടുന്ന മനുഷ്യരിൽ ഒരുപാട് പേർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നവരിലും ഈ അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ട് കർത്താവ് വളരെ കൃത്യമായി എടുത്തു പറയുകയാണ്, എന്നിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് ദൈവത്തിൽ മനുഷ്യൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് പ്രധാനമായും ദൈവം ആപത്തിൽ അയാളെ സഹായിക്കും എന്നാണ്. ദൈവം സർവശക്തനാണ്, ദൈവത്തിന് അനന്ത ശക്തിയുണ്ട്, ദൈവം ദൈവമാണ്, മനുഷ്യൻ മനുഷ്യനാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു സാധാരണ ദൈവവിശ്വാസിയുടെ മനസ്സിലെ വിശ്വാസത്തിൻ്റെ ആ പാക്കറ്റിനകത്തെ ഉള്ളടക്കം. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ വിശ്വാസത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഡീഷണൽ അഡ്വാൻറ്റേജ് എന്താണ്? അവിടെ നമുക്ക് കിട്ടുന്ന കൂടുതൽ നേട്ടം, അധിക നേട്ടം എന്താണ്? ആ അധിക നേട്ടം എന്ന് പറയുന്നത്, ക്രിസ്തുവിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വെളിച്ചമാണ്, ഈ ലോകമല്ല വലുത്, ഈ ലോകത്തിനപ്പുറത്ത് ആത്മാവിന് ഒരു നിത്യജീവനുണ്ട്. ആ നിത്യജീവനിലേക്കുള്ള ഏക മാർഗം യേശുവാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹം ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ചില നൈപുണ്യങ്ങളും നേട്ടങ്ങളും, ജീവിത നൈപുണ്യം അല്ലെങ്കിൽ ലൈഫ് സ്കിൽ, അത് തരാൻ വന്ന ആളല്ല ക്രിസ്തു, അല്ലെങ്കിൽ അതല്ല ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം. ഇന്ന് നമ്മൾ കേൾക്കുന്ന സാധാരണ പ്രഭാഷണങ്ങളിലെല്ലാം നമ്മൾ ഈ ലോകത്തിൽ സഹായിക്കുന്ന, ഈ ലോകത്തിൽ ജീവിക്കാൻ, ഈ ലോകത്തിൽ മെച്ചപ്പെടാൻ, നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം ട്വിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ കുറ്റമല്ല, അത് പ്രഘോഷിച്ചവരുടെ കുറ്റമാണ്. ക്രിസ്തു യഥാർത്ഥത്തിൽ ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന് നിത്യജീവൻ തരാനാണ്. അതാണ് കൃത്യമായിട്ട് യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്.
തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല, മറിച്ച് നിത്യജീവനാണ്. അപ്പോൾ ക്രിസ്തുവിന് ഓഫർ ചെയ്യാനുള്ള ദാറ്റ് യുണീക്ക് എലമെൻറ്റ് എന്താണ്? ഇറ്റേണൽ ലൈഫാണ്, നിത്യജീവനാണ്. അപ്പോൾ ഈ നിത്യജീവനെക്കുറിച്ച് കാഴ്ചപ്പാട് കിട്ടുന്ന ഒരാൾക്ക്, വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം, നിത്യജീവനെക്കുറിച്ച് ക്രിസ്തുവിലൂടെ കാഴ്ചപ്പാടും ബോധ്യവും കിട്ടുന്ന ഒരാൾക്ക് പിന്നീട് ആ നിമിഷം മുതൽ ലോകം അയാളെ ഭാരപ്പെടുത്താതെ വരും. ഈ ലോകത്തിന് ഉള്ള അയാളുടെ മനസ്സിലെ വില പിന്നീട് വളരെ വേഗത്തിൽ അപ്രത്യക്ഷമാകും. ഈ ലോകം തരുന്ന മാനം, മഹത്വം, യോഗ്യത, ബഹുമാനം, സാമ്പത്തിക അഭിവൃദ്ധി, സൽപ്പേര്, ഇങ്ങനെയുള്ള ലോകം വിലമതിക്കുന്ന അല്ലെങ്കിൽ ജഡം വിലമതിക്കുന്ന കാര്യങ്ങളോട് അയാൾക്ക് മമതയില്ലാതാവുകയും അത് നേടുമ്പോൾ അമിതമായ ആനന്ദമോ നഷ്ടപ്പെടുമ്പോൾ അമിതമായ നൈരാശ്യമോ അയാൾക്ക് വരാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ആന്തരികമായി മാനസികമായി ഒരു സമനിലയും സ്ഥിരതയും സമാധാനവും ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ അസ്വസ്ഥതകളുടെയും പിന്നിൽ ലോകത്തിന് അയാൾ കൊടുത്ത അമിതമായ ഒരു പ്രാധാന്യം എന്ന ഒരു വലിയ കാരണം കിടപ്പുണ്ട്. അമിതമായ ലൗകികത, ലോകപരത, ഇതാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ സകല ഉത്കണ്ഠകളുടെയും കാരണം. നിങ്ങളല്ലെങ്കിൽ കൃത്യമായിട്ടൊന്ന് അപഗ്രഥിച്ച് നോക്കുക, നമ്മുടെ ദുഃഖങ്ങളെല്ലാം തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ പരിഹാരം? കർത്താവ് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന വെളിച്ചം, നിങ്ങൾക്ക് ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്, ഈ ലോകത്തിനപ്പുറത്ത് ജീവിക്കാനൊരു ഭവനമുണ്ട് എന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട അതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് ഈ അധ്യായം മുഴുവൻ ഇനി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാം. 3 ചോദ്യങ്ങൾ 3 അപ്പസ്തോലന്മാർ ചോദിക്കുകയാണ്. അതിന് ക്രിസ്തു നൽകുന്ന 3 ഉത്തരങ്ങളായിട്ട് നമുക്കിതിൻ്റെ ആദ്യ ഭാഗത്തെ കാണാം. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചത് വിശുദ്ധ പത്രോസ്ലീഹായാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് വിശുദ്ധ ഫിലിപ്പോസാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് തോമാസ്ലീഹായാണ്. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത് ഫിലിപ്പോസാണ്. ഈ 3 അപ്പസ്തോലന്മാരുടെ ചോദ്യത്തിന് ക്രിസ്തു നൽകുന്ന ഉത്തരമാണ് ഈ 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക, അതാണ് നിങ്ങളുടെ ഉത്കണ്ഠകൾ ഇല്ലാതാവാൻ കാരണം. പത്രോസ് ചോദിച്ച ചോദ്യം എന്താണ്? കർത്താവേ, നീ എവിടേക്കാണ് പോകുന്നത്? അത് നമ്മൾ ആ പത്രോസിൻ്റെ ചോദ്യം കാണുന്നത് 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്താണ്. പത്രോസ് ചോദിച്ച ചോദ്യം 13-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിലാണ്. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? ഇതാണ് ആദ്യത്തെ ചോദ്യം, നീ എവിടേക്ക് പോകുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ്. ആ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ, ഇൻഡിപെൻഡൻ്റായ സെപ്പറേറ്റായ വാസസ്ഥലങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അനേകം മുറികൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അനേകം മുറികൾ, റൂംസ് ഇൻ മൈ ഫാദേഴ്സ് മാൻഷൻ, ഇൻ മൈ ഫാദേഴ്സ് ഹൗസ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മുറികളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ മുറികൾ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അത് തയ്യാറായി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്ന് പറഞ്ഞാൽ, ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാൻ കർത്താവ് പ്രപ്പോസ് ചെയ്യുന്ന ആദ്യത്തെ പരിഹാരം, ഈ ലോകമല്ല വലുത്, ഈ ലോകത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലെ ആകുലതകളെ എടുത്തു മാറ്റാൻ സഹായിക്കും. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കണം, വറി ആൻഡ് ട്രസ്റ്റ് ആർ ഇൻകമ്പാറ്റിബിൾ. ആകുലതയും ഉത്കണ്ഠയും വിശ്വാസവും രണ്ടും ഒരുമിച്ച് പോവില്ല. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടോ, നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നിങ്ങൾക്ക് ഉത്കണ്ഠയില്ല. മാനുഷികമായ പ്രയാസങ്ങൾ നമ്മളെ കുറച്ച് നേരത്തേക്ക് അലട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു പരിധിക്കപ്പുറത്ത് ഒരു മാനുഷിക ദുഃഖവും നിങ്ങളെ കീഴടക്കില്ല, ഒബ്സസ് ചെയ്യില്ല. കാരണം അപ്പോഴേക്കും ഒരു സ്വർഗീയ പ്രത്യാശ നിങ്ങളിലേക്ക് വരും. അതുകൊണ്ടാണ് റോമർ 5 പറയുന്നത്, റോമർ 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല,
നമുക്ക് നിരാശ വരികയില്ല. എന്തുകൊണ്ട്? പ്രത്യാശയുള്ളതുകൊണ്ട്. ആ പ്രത്യാശ ഈ ഭൂമിയെ സംബന്ധിക്കുന്നതല്ല. ഈ ഭൂമിയിൽ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടാവും, പരീക്ഷ ജയിക്കും, ജോലിയിൽ പ്രമോഷൻ കിട്ടും, വലിയ വീട് വെക്കാൻ പറ്റും, വലിയ സാമ്പത്തിക ഉയർച്ചയുണ്ടാവും, മക്കളെല്ലാം നല്ല നിലയിലാവും. ഇതെല്ലാം തന്നെ ലൗകികമായ ആശകളും മോഹങ്ങളും ആഗ്രഹങ്ങളുമാണ്. അതല്ല, സ്വർഗീയമായ പ്രത്യാശ. ഈ ഭൂമിക്കപ്പുറത്ത് എനിക്കൊരു ജീവിതമുണ്ട്, ഞാൻ മരിക്കും, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ പ്രത്യാശ, ആ ജീവിതത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് ഒരു സ്ഥലം തയ്യാറാക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്, വറി ആൻഡ് ട്രസ്റ്റ് ആർ ഇൻകമ്പാറ്റിബിൾ. ഇനി കർത്താവ് പറയുകയാണ് എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് യേശുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ? ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളിലുള്ള ഉറപ്പാണത്. ക്രിസ്തു അരുളി ചെയ്ത കാര്യങ്ങളിലുള്ള പ്രത്യാശ. അവൻ എന്ത് പറഞ്ഞോ അതിലുള്ള വിശ്വാസം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ലോകത്തിന് കർത്താവ് ഒരു ഫോൾസ് ഹോപ്പും നൽകിയിട്ടില്ല. ഒരു വ്യാജ പ്രതീക്ഷയും കർത്താവ് ഈ ലോകത്തിന് നൽകിയിട്ടില്ല. വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് മുഴുവൻ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്ന ആളുകളാണ്. ഫോൾസ് ഹോപ്പുകൾ ഈശോ ലോകത്തിന് കൊടുത്തിട്ടില്ല. ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുമ്പോൾ നിങ്ങൾക്കിത് പൂർത്തിയാക്കാൻ വേണ്ട വക ഉണ്ടോ എന്ന് ആദ്യമേ അന്വേഷിച്ചിട്ടേ എൻ്റെ പുറകെ പോരാവൂ. തൻ്റെ പുറകെ വന്ന ആളുകളോട് ഈശോ പറഞ്ഞു, പാമ്പുകൾക്ക് മാളമുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, അതുപോലെ തന്നെ ആകാശത്തിലെ പറവുകൾക്ക് കൂടുകളുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് അറിഞ്ഞിട്ടേ നീ എൻ്റെ പിന്നാലെ വരാവൂ. തൻ്റെ പിന്നാലെ വരുന്നവരെ കണ്ട് യേശു തിരിഞ്ഞ് അവരോട് പറഞ്ഞു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനൊരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെ ഈശോ പറഞ്ഞു, ഒരുവൻ മാതാവിനെയും പിതാവിനെയും മക്കളെയും സഹോദരങ്ങളെയും സമ്പത്തിനെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ കൂടെ എൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമല്ല. അതുപോലെ തന്നെ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ആ ധനികനായ യുവാവിനോട് ഈശോ പറഞ്ഞു, നിൻ്റെ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക, നിൻ്റെ സമ്പത്ത് എന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് തടസ്സമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും കൃത്യമായി തൻ്റെ പിന്നാലെ വരുന്നവർക്ക് കൃത്യമായ അനുശാസനം നൽകിയ വേറെ ആരാണുള്ളത്? ഒരു വ്യാജ പ്രതീക്ഷയും യേശു ലോകത്തിന് കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ജീവിതം 24 മണിക്കൂറും സമൃദ്ധിയിലായിരിക്കും എന്ന് ഒരു വ്യാജ പ്രതീക്ഷയും യേശു ലോകത്തിന് കൊടുത്തിട്ടില്ല. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും എന്നാണ് യേശു പറഞ്ഞത്. എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ലോകത്തിന് വ്യാജ പ്രതീക്ഷകൾ കൊടുക്കരുത്. നിങ്ങളുടെ ഈ ലോകത്തിലെ എല്ലാ കഷ്ടപ്പാടും യേശുവിലൂടെ മാറും എന്ന ആ സുവിശേഷം ക്രിസ്തുവിൻ്റെ സുവിശേഷം അല്ല. ചില പ്രയാസങ്ങൾ മനുഷ്യന് മാറില്ല, ചില പ്രതിസന്ധികൾ മനുഷ്യന് മാറില്ല. ഉദാഹരണത്തിന് കാല് മുറിഞ്ഞുപോയൊരു മനുഷ്യന് ആ മുറിഞ്ഞുപോയ കാല് ഒരിക്കലും രണ്ടാമത് അത് വളർന്ന് വലിയ കാലായി അവന് ഇതൊരു ഫോൾസ് ഹോപ്പാണ്. ക്രിസ്തുവിന് ഒരാളുടെ രോഗം സുഖപ്പെടുത്താൻ കഴിയില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിന് വിളമ്പി കൊടുക്കുന്നത് മുഴുവൻ വ്യാജ സ്വപ്നങ്ങളാണ്. വ്യാജ സ്വപ്നങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ സഹനങ്ങളെ, വേദനകളെ യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിക്കാൻ സഹായിക്കുന്നതിന് പകരം വ്യാജപ്രതീക്ഷകൾ കൊടുക്കുന്ന എല്ലാ പ്രഘോഷണങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് എതിരായ ഒരു സുവിശേഷമാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഐ നെവർ ഗിവ് യു ഫോൾസ് ഹോപ്പ്, യു ക്യാൻ ട്രസ്റ്റ് മീ. ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങളെ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കാം എന്നല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം മുറികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അനേകം വാസസ്ഥലം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻഡിപെൻഡൻറ്റ് വീട് തയ്യാറാക്കുന്നു എന്ന അർത്ഥത്തിലല്ല. നമ്മളെ വീണ്ടും അവിടെ സ്വാർത്ഥരാക്കി നിലനിർത്താനല്ല യേശു നമ്മളെ വിളിക്കുന്നത്. മറിച്ച് ഇതൊരു വീടാണ്, ഒരു കുടുംബമാണ്, സ്വർഗീയ കുടുംബം. മുറികളെന്നാണ് യേശു ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു കൗതുകരമായ ഒരു നിരീക്ഷണം ലൂക്കായുടെ സുവിശേഷത്തിൽ ബേത്ലഹേമിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന് പറയുന്നില്ലേ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ്. മുറി കിട്ടിയില്ല, അതേ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ ലോകത്തിലേക്ക് ക്രിസ്തു വന്നപ്പോൾ അവന്
സ്ഥലം കൊടുക്കാതിരുന്ന ആളുകളോട് അവൻ പറയുകയാണ്, നിങ്ങൾക്ക് പക്ഷേ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാനാണ്. തനിക്ക് സ്ഥലം നിഷേധിച്ച ലോകത്തോടാണ് ക്രിസ്തു പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെനിക്ക് സ്ഥലം തന്നില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്ന് അവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ അവിടെ നിന്ന് നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ പോയി സ്ഥലം ഒരുക്കും, ഞാനത് തയ്യാറായി കഴിയുമ്പോൾ തിരിച്ചു വന്ന് നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇതാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ഈ ഭൂമിയിൽ എന്ത് ഞെരുക്കങ്ങളുണ്ടായാലും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. കാരണം ഈ ഭൂമിയല്ല നമ്മുടെ ആത്യന്തികമായ വാസഗേഹം. നമുക്കിതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് നിത്യജീവിതമാണ്, യഥാർത്ഥ ജീവിതം. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ ഈ ഞെരുക്കങ്ങളെല്ലാം ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഈശോ നമ്മളോട് പറഞ്ഞ് തരുന്നത്. അതായത് കർത്താവ് പറയുകയാണ്, ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഏതാണ്ട് 300 തവണയോളം പുതിയ നിയമത്തിൽ കർത്താവ് മടങ്ങി വരും എന്ന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പറയുന്നുണ്ട്. എത്ര തവണയാണ്? 300 പ്രാവശ്യത്തിലധികം. അപ്പോൾ അത് ഒരു കെട്ടുകഥയല്ല. നമുക്ക് വി നീഡ് ടു എക്സ്പെക്റ്റ് ഹിസ് സെക്കൻഡ് കമ്മിങ് ഓൾ ദ ടൈം, എവ്രി മൊമെൻറ്റ്. നമുക്ക് കർത്താവ് മടങ്ങി വരുമെന്നുള്ളത് നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങളിലൊന്നാണ്. അവൻ വന്ന് നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകും. രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് തോമാസ് ശ്ലീഹായാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണ്? നമുക്കത് വായിക്കാം. അപ്പോൾ തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ ഞങ്ങൾ അറിയും? തോമസിൻ്റെ ചോദ്യത്തിൻ്റെ ധ്വനി ഇതാണ്, കർത്താവേ, നീ ആ ഒരുക്കുന്ന സ്ഥലത്ത് എങ്ങനെ എത്തും? ഹൗ? പത്രോസിൻ്റെ ചോദ്യം വേറായിരുന്നു. ഇവിടെ എങ്ങനെ? അതായത് ഈ വഴി എങ്ങനെയാണ്, എങ്ങനെ ഞങ്ങൾ അവിടെ എത്തും? ഇതാണ് തോമാസ് ശ്ലീഹായുടെ ചോദ്യം. കർത്താവ് പറയുകയാണ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്താണ് കർത്താവ് പറയുന്നത്? നിങ്ങൾ എന്നിൽ നിലനിന്നാൽ മതി, ഞാനാണ് നിങ്ങളെ എത്തിക്കുന്നത്. നിങ്ങൾ സ്വയം നടന്നു പോവുകയല്ല. നിങ്ങൾ എൻ്റെ കൂടെ എന്നിൽ വസിക്കുമ്പോൾ, എന്നിൽ ഐക്യപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ നിങ്ങളെ ഞാനാണ് എത്തിക്കുന്നത്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അപ്പോസ്തലന്മാർ ഈശോയോട് ചോദ്യങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ വിലപ്പെട്ട പാഠങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു. അപ്പോസ്തലന്മാർ ഈ ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്, തോമാസ് ശ്ലീഹ ചോദ്യം ചോദിച്ചതുകൊണ്ടാണ് കർത്താവ് പറയാണ്, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ് ആൻഡ് ഐ ആം ദ വേ. നിങ്ങൾ ഓർത്തിരിക്കണം, ഐ ആം എ വേ എന്നല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ ഒരു വഴിയാണെന്നല്ല, ഞാൻ ദൈവത്തിലേക്ക് നയിക്കുന്ന പല വഴികളിൽ ഒരു വഴിയാണെന്നല്ല. ദിസ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ്മെൻറ്റ്. മറ്റെല്ലാ വഴികളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണിത്. കർത്താവ് പറയുകയാണ്, ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് ജീവൻ, ഞാൻ മാത്രമാണ് സത്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഉത്കണ്ഠപ്പെടണ്ട. ഇന്ന് ഈ ലോകാവസാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ആഗമനത്തെക്കുറിച്ചോ ലോകത്തിൽ നടക്കാൻ പോകുന്ന അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചോ ഒക്കെ ഭീതി ജനിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട്. സത്യത്തിൽ കർത്താവിൻ്റെ മടങ്ങിവരവ് ഭയം ജനിപ്പിക്കുന്നൊരു സംഭവമാണോ? ക്രിസ്തുവിലായിരിക്കുന്നവന് ഈ ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളങ്ങനെ അമിതമായി ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ടതുണ്ടോ? നമ്മൾ ആകുലപ്പെടേണ്ടത് എന്തിനെക്കുറിച്ചാണെന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ പാപത്തെക്കുറിച്ച് മാത്രമാണ്. നിങ്ങൾ ബാക്കി ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആകുലപ്പെടണ്ട. നമുക്ക് ആകുലപ്പെടാൻ ഈ ലോകത്തിൽ കരയാനും വിലപിക്കാനും തകരാനും ആകുലപ്പെടാനും ഈ ലോകത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യം നമ്മുടെ പാപങ്ങളെ ഓർത്തിട്ടാണ്. എത്ര കൊടിയ പാപമാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ആകുലപ്പെടേണ്ടത്. അല്ലാതെ ഇസ്രായേലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, റഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അമേരിക്കയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ആകുലപ്പെടണ്ട. അത് ഈ ലോകം ആകുലപ്പെട്ടുള്ളൂ. നമ്മുടെ ഏക ഭാരം, ഞാൻ യേശുവിൻ്റെ കൂടെയാണോ? ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതായിരിക്കണം നമ്മളെ ആങ്ഷ്യസ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, അങ്ങനെ നിങ്ങൾ എൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി വേഗം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മൂന്നാമതായിട്ട് ചോദ്യം ചോദിക്കുന്നത് ഫിലിപ്പോസാണ്. ചോദിക്കുന്നത്, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്നാണ്. അല്ലേ, അദ്ദേഹം ചോദിക്കുന്നത് ഹൂ എന്ന് പറയുന്ന ചോദ്യമാണ്. പീറ്റർ ചോദിച്ചത് വെയർ,
തോമസ് ചോദിച്ചത് ഹൗ, ഫിലിപ്പ് ചോദിക്കുന്നത് ഹൂ, ആരാ പിതാവ്? പിതാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്, ആരാണ് ഈ പിതാവ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫിലിപ്പോസേ, ഇത്രയും കാലം ഞാൻ നിൻ്റെ കൂടെ ആയിരുന്നിട്ടും നിനക്കത് മനസ്സിലായില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഞാനും പിതാവും ഒന്നാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ പിതാവ് എന്നിലൂടെ അവൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ്. അതായത് ഈ നിനക്ക് എന്നെ അറിയാമെങ്കിൽ പിതാവിനെ അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തോ ഒരു സെക്യൂരിറ്റിയാണിത്. ക്രിസ്തു എന്ന് പറയുന്ന നമ്മുടെ രക്ഷകനുമായിട്ട് നമുക്കുള്ള ബന്ധം നമുക്ക് തരുന്ന സെക്യൂരിറ്റി, നമുക്ക് നിത്യത കിട്ടുന്നു, നമുക്ക് പിതാവിനെ കിട്ടുന്നു, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. ക്രിസ്തുവിലൂടെയാണ് ഈ ലോകത്ത് നമുക്ക് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും തുറക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഫിലിപ്പോസിനോട് കർത്താവ് പറയുകയാണ്, ഫിലിപ്പോസേ, ഞാൻ പിതാവിലും ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. അപ്പോൾ ഫിലിപ്പോസിനോട് കർത്താവ് പറയുന്നത് ഇതാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. അതായത് ഞാനും പിതാവും ഒന്നാണ്. കൂടുതൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദീകരിക്കാം. നിങ്ങളുടെ ദിവസം കർത്താവ് വലിയ അനുഗ്രഹമാക്കി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. കർത്താവ് സമൃദ്ധമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ